ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് പാർട്ടിയുടെ തലപ്പത്തേക്ക് പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് പേരിൽ ആണ് ഒന്ന് സോയ ജോസഫും പിന്നെ അരിത ബാബു. അപ്പോൾ ശരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ ഒരു ടോപ്പിൽ എത്തണം എന്നുള്ളൊരു രീതി? അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോഴൊന്നും അത്തരത്തിലുള്ള ഒരു ഒരു ചിന്തയിലൂടെയൊന്നും അല്ല നമ്മൾ വരുന്നത്. നമ്മൾ അത്തരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഞാൻ ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി മത്സരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള പ്രസിഡന്റ്ഷിപ്പിലേക്ക് മത്സരിച്ച ഒരാൾ പോലും അല്ല. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായിട്ട് ഒരുപാട് കാലമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 25-ലും അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആനി ബെസന്റിനെയും സരോജിനി നായിഡുവിനെയും ഒക്കെ അധ്യക്ഷയാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി പ്രസിഡന്റ് ആവുന്നത് വളരെ പിന്നെ സന്തോഷത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. അതൊന്നും അത് ശരിയായിട്ടുള്ളൊരു വാദമായിരുന്നു എന്നുള്ളതിനും തർക്കമില്ല. പക്ഷെ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഒക്കെ പരിശോധിക്കപ്പെടും. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പരിശോധിക്കപ്പെട്ടിട്ടാണല്ലോ. അല്ല, കാലാകാലങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട്. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അടിയും തല്ലൊക്കെ കൊണ്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് കെ.യു. ജനീഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പ്രസ്താവനയോട് എന്താ പറയാനുള്ളത്? അല്ല, പാർട്ടി കുറെ കൂടെ ഒക്കെ പരിഗണിക്കണം. എല്ലാ മേഖലയിലും കുറച്ചുകൂടെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് കാരണം കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്നൊരു പലപ്പോഴും 5 വർഷം കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ്സ് ഉണ്ടായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ പതിവിന് വിപരീതമായി 2 തുടർഭരണം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേസുകളുടെയൊക്കെ ട്രയലും അതിൻ്റെ പ്രയാസങ്ങളും ജയിൽവാസങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളും ഒക്കെ വഴി കഴിഞ്ഞ ഒരു 10 കൊല്ലം അല്ലേ, ഒരു 25 വയസ്സായുള്ള ആൾക്ക് 35 വയസ്സായി. അയാൾ ആ 10 വർഷത്തിനുള്ളിൽ എടുത്ത അയാളുടെ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുകൊണ്ട് അതിന് കുറെ കൂടെ കരുതലോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം സിസ്റ്റം ഉണ്ടാവണം. കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് കോൺഗ്രസ് ഇനി കേരളത്തിൽ ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൺകുട്ടികൾ ഭരിക്കും എന്നുള്ളത്. അതിൽ ഒരു സ്ത്രീ വിരുദ്ധത കാണുന്നുണ്ടോ? അതിലൊരു സ്ത്രീ വിരുദ്ധതയുടെ ഞാൻ ആ പ്രസന്റ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിലൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ്നെസ് ആ സ്റ്റേറ്റ്മെന്റിലുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അദ്ദേഹം പെട്ടെന്ന് ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് എന്നൊക്കെ പറയുന്നല്ലോ, അതുപോലെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അങ്ങനെ ഒരു പിന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സങ്കുചിതമായ ചിന്തകളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തോട്ട് പ്രോസസ്സിലൂടെയോ കടന്നു പോകുന്ന ഒരാളല്ല. പക്ഷേ കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം നിങ്ങളുടെ തലച്ചോറിൽ കുറേ ബോധ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ബോധ്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. അല്ലാതെ അതിലൊരു അത്ര വലിയ സ്ത്രീ വിരുദ്ധതയുടെ വലിയ ഘടകമൊന്നും അതിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കുറേ കൂടെ ജാഗ്രതയോടുകൂടെ തന്നെ, കാരണം പുതിയൊരു കാലം ഇതാണ്. പഴയതുപോലെ എല്ലാ കാലത്തും പണ്ടൊക്കെ ഭർത്താവ് പറഞ്ഞു വോട്ട് ചെയ്തു, അച്ഛൻ പറഞ്ഞു വോട്ട് ചെയ്തു, അങ്ങനത്തെ ഒരു കാലമല്ല, മാറി. ഞാൻ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന് ഓരോ സ്ത്രീയും തീരുമാനിക്കുന്നൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ത്രീകളുണ്ടോ, സ്ത്രീകളെ പരിഗണിക്കപ്പെട്ടോ, സ്ത്രീകൾ ജയിക്കുന്നുണ്ടോ, സ്ത്രീകൾ മന്ത്രിയാവുന്നുണ്ടോ, സ്ത്രീകൾ മുഖ്യമന്ത്രിയാവുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളെ പരിഗണിക്കുന്ന മനുഷ്യരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരോഗമനപരമാകാൻ ഒരവസരം കൂടെ പൊതുസമൂഹം നൽകുകയാണ്. അപ്പോൾ അത് തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ ആ വിളിക്ക് ഉത്തരം കേൾക്കേണ്ടവരാണ്. ആ ഉത്തരം കൊടുക്കും തോറും ഒരു പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, അത് കോൺഗ്രസ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, അവർക്ക് കുറെ കൂടെ പുരോഗമന പ്രസ്ഥാനമാകാൻ കഴിയും. അത് കുറെ കൂടെ മനുഷ്യത്വപരമാണ് എന്ന് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ഈ PM ശ്രീയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ കോൺഗ്രസ് കേരളത്തിലെ CPM-നെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കുന്നില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് പിന്നെ ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം പറഞ്ഞത്. അപ്പം കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ രീതിയിൽ വികസിച്ചിട്ടുള്ളൊരു ഇടമാണ്. അത് ഇപ്പം 16-ന് ശേഷം ഉണ്ടായതാണെന്നൊക്കെ CPM-കാർ പറഞ്ഞു വെക്കുമെങ്കിലും അത് കാലാകാലങ്ങളിലായി കേരളം ഭരിക്കുന്ന സർക്കാരുകളുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റവും മുന്നേറ്റവും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വലിയ, കാരണം ഏകദേശമൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്ന, ഇവർ പണം കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മളിവിടെ ഓൾറെഡി ഫിനിഷപ്പ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്.
അത് മാത്രമല്ല, ഇപ്പം നോർത്ത് ഇന്ത്യ പോലെയുള്ള ചില സ്ഥലങ്ങൾ അതും പലതും അതും വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അത് രാജസ്ഥാനിലാവട്ടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്, ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ആയിരുന്നപ്പോഴല്ല അത് ഒപ്പിട്ടത്, അതിന് മുൻപ് കോൺഗ്രസ് സർക്കാർ വരുന്നതിന് മുൻപ് ഒപ്പിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് പലപ്പോഴും പിന്നീട് തുടർന്ന് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. കർണാടകയും ഉൾപ്പെടെ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സാഹചര്യം നോർത്ത് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കുറേ കൂടെ മോശം ഇൻഫ്രാസ്ട്രക്ചറുള്ള ഇടങ്ങളിലൊക്കെ അത്തരം പദ്ധതികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും കോൺഗ്രസ് വളരെ നിശിതമായി തന്നെ, അത് AICC വളരെ നിശിതമായി തന്നെ ഇത്തരം RSSൻ്റെ അജണ്ടകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതില്ല, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പോകേണ്ടതില്ല എന്നുള്ളത് കണിശമായിട്ടുള്ള തീരുമാനമാണ്. ഇപ്പോൾ ഇവരിതൊക്കെ പുറമേ കർലേക്കറുമായി വലിയ യുദ്ധം SFI തെരുവിൽ നടത്തുകയും അപ്പുറത്ത് ശിവൻകുട്ടി പോയി ഒപ്പിടുകയും ഇതൊക്കെ ന്യായീകരിച്ച് പച്ച തൊടാതെ വിഴുങ്ങേണ്ടി വരുന്ന SFIക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കണമല്ലോ, അത്തരത്തിലുണ്ടാകുന്ന നെറേറ്റീവുകളാണ് ഇതൊക്കെ. അതെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2026 100 സീറ്റുകളോടുകൂടി തന്നെ കോൺഗ്രസ് ഇവിടെ വിജയിക്കും എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ന്യൂസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ആ ഒരു ഗ്രൂപ്പ് പോരുകളെല്ലാം അതിനൊരു ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമ്പോൾ ബൈ ഇലക്ഷനുകളിലൊക്കെ എത്ര ഒറ്റക്കെട്ടോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചതെന്ന് നിങ്ങളൊക്കെ കണ്ടതാണ്. ഒരു പൊതുസമൂഹം വളരെ ഭംഗിയായി കണ്ടതാണ്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ ഇതൊന്നുമില്ല എന്ന് ഞാനിവിടെ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൊതുസമൂഹത്തിന് അറിയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പാർലമെന്ററി പൊളിറ്റിക്സിൽ ഭരണം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് എൻ്റെ പ്രൈം കൺസേൺ ആണ്. ആ പ്രൈം കൺസേണിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അത് നിലമ്പൂരിലും അല്ലെങ്കിൽ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലൊക്കെ കണ്ടതുപോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ശശി തരൂരിനെ പോലെ ഒരു ശക്തനായ ഒരു നേതാവിന് ഇവിടെ ഒരു അർഹിച്ച സ്ഥാനം കിട്ടുന്നുണ്ടോ? അല്ല, അതൊരു പാർട്ടിയുടെ ഒരു ബൈൻഡിങ് ആണല്ലോ. നമ്മൾ കേന്ദ്രത്തിൽ എത്രയോ നാളുകളായി ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇപ്പം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന, കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള എല്ലാ, കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടി പൊസിഷൻസ് ഏറ്റവും ഉന്നതമായിട്ടുള്ള പാർട്ടി പൊസിഷൻസ് കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കാൾ എത്രയോ കാലം സീനിയറായി പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾ അദ്ദേഹത്തെക്കാൾ പാർട്ടി പൊസിഷനിൽ താഴെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും അത്തരത്തിൽ പരാതി പറയുകയോ മുന്നോട്ട് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ഭരണം ഇല്ലാത്ത സാഹചര്യം, ഭരണമുള്ള സാഹചര്യത്തിൽ അതിനൊക്കെ അനുസരിച്ച് പരിഗണിക്കപ്പെട്ടിരുന്നു. ഭരണമില്ലാത്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിനെ പരിഗണിക്കാൻ കഴിയുക? തീർച്ചയായും അദ്ദേഹത്തെ അത്തരത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്വന്തം നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആള് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഒരു പാർട്ടിയിൽ ഒരു കണ്ണിൽ കരടായിട്ട് എപ്പോഴെങ്കിലും മാറാറുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ഈസ് വെരി ഡിഫറെൻറ്റ്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് പലപ്പോഴും അതിൻ്റെ ഒരു കൊളീഷൻ വരികയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമുക്ക് CPMകാരോട് മിണ്ടാത്ത നേതാക്കന്മാരോട് വലിയ ആരാധനയുള്ള ഒരു നാടൊക്കെയാണ് അല്ലേ? അത് വേറൊരു കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ആണ്. കാരണം വളരെ സ്ട്രിക്റ്റ്, എന്താ പറയുക, ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആണ് ഓരോ രാഷ്ട്രീയ പാർട്ടി. മനുഷ്യർക്കിടയിൽ നിങ്ങൾ ആത്യന്തികമായും അവസാനമായും രാഷ്ട്രീയ മനുഷ്യനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില ധാരണയുണ്ടാവും. ചില മനുഷ്യർ അങ്ങനെയല്ലാതെ കാണുന്നവരുണ്ടാവും. അദ്ദേഹം കുറെ കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അത്തരം പ്രസ്താവന ഒരു പാർട്ടിയോടുള്ള ഒരു അവമതിപ്പോ അല്ലെങ്കിൽ മറ്റൊന്നിനോടുള്ള അഭിനിവേശമോ ഒന്നും അല്ല അതിൽ കാണേണ്ടത്.